വണ്ടി ഫുൾ അഴുക്കാണ്ട് തന്നെ റൂമിന്റെ തൊട്ടടുത്തുള്ള വാഷിംഗ് സെന്ററിൽ രാവിലെ തന്നെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുത്തു. സത്യം പറയാലോ വണ്ടി ഫുൾ അഴുക്കായിരുന്നു. ഇപ്പോഴാണ് വണ്ടി ഒന്ന് വൃത്തിയായത്. വണ്ടിയൊക്കെ വാഷ് ചെയ്യുന്ന ക്ഷീണത്തിൽ തൊട്ടടുത്ത ബേക്കറിയിൽ പോയി ഒരു ചിക്കൻ പപ്സും ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ചു, അതും വിത്തൗട്ട്. അങ്ങനെ പപ്സും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നേരെ ഓടാൻ ഇറങ്ങി. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. അങ്ങനെ ട്രിപ്പ് അടിച്ച് ഉച്ചയായപ്പോൾ ചെന്നെത്തിയത് ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ്. അവിടെ എത്തിയപ്പോഴാണ് നല്ല മീൻ പൊരിച്ചതിന്റെ മണം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി ഒതുക്കിയിട്ട് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മത്തിക്കടയിലോട്ട് അങ്ങ് കയറി. മത്തി പൊരിച്ചത് അടുപ്പേ കിടക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ഒരു കേര പൊരിച്ചത് പറഞ്ഞു. നല്ല മസാലയിൽ പൊരിച്ചെടുത്ത മീനും ആ സാമ്പാറും ഒക്കെ പാടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശേഷം ഒരു മത്തി പൊരിച്ചോറോ പറഞ്ഞു. മത്തിക്കട വന്നിട്ട് മത്തി പൊരിച്ച കഴിക്കാതെ പോകരുതല്ലോ, അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഊബർ ഓണാക്കി വീണ്ടും ട്രിപ്പ് ഓടാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞ് ട്രിപ്പ് അടിച്ചത് ഫുള്ള് നേരെ ഫോർട്ട് കൊച്ചിയിലോട്ടായിരുന്നു. വീക്കെൻഡ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. കുറെ നാളുകൊണ്ട് കൊച്ചി വരുന്നുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി ഇതുവരെ ഫുള്ളായിട്ട് ചുറ്റിക്കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ദിവസം പോകുന്നുണ്ട്. ഗൈസ് പേടിക്കണ്ട, ഇവൻ ചത്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവനെ മാത്രം നോക്കുവാന്ന്. നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണ്ട. അങ്ങനെ റൂമിൽ വന്ന് നമ്മൾ ഗീവോ എടുത്ത് ക്യാമറ എടുത്ത് നേരെ അതിന്റെ വിന്നറിന് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു കാക്കനാട് വരെ. അങ്ങനെ അതും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അതിന്റെ കൂടെ നല്ല വിശപ്പ്. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മൾ പാലാരിവട്ടത്തുള്ള 5 സ്റ്റാർ ഫുഡ് കോർട്ട് എന്ന് പറയുന്ന കടയിലേക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറെ നേരം നിന്നിട്ടാണ് പാഴ്സൽ വാങ്ങിയത്. അങ്ങനെ അവിടുന്ന് ഫുഡും വാങ്ങി നേരെ റൂമിലേക്ക് പോയി.